ഹലോ, വെൽക്കം ബാക്ക് ടു ഡ്രാമാസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഡ്രാമയുടെ അവസാനത്തെ എപ്പിസോഡാണിത്. ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. ഇതുവരെയുള്ള മിസ്പ്ലേസ്മെൻറ്റ് എന്ന ചൈനീസ് ഡ്രാമയുടെ എല്ലാ എപ്പിസോഡ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ അതൊന്ന് കണ്ടു നോക്കി. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അതുമാത്രമല്ല, ഡ്രാമ സജഷൻസ് ഉണ്ട് നിങ്ങൾക്കെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ കേട്ടോ. ബ്രെയിൻ ഡാമേജായി നോർത്ത് വില്ലയിലെ മുറിയിൽ കിടക്കുകയാണ് വാൻമാൻ. അവൾക്കടുത്ത് ഇൻഹെങ്ങുമുണ്ട്. അവളിനി ഉണരാൻ സാധ്യതയില്ലെന്നാണ് ടാങ്സെ പറഞ്ഞത്. മാസ്റ്റർ ഇന്നിന് വധശിക്ഷ വിധിച്ചിട്ടില്ല. ഇത്രയൊക്കെ തെളിവുകളുണ്ടായിട്ടും അതിൻ്റെ ദേഷ്യത്തിൽ ഇൻഹെങ് മാസ്റ്റർ ഇന്നിനെ കാണാൻ ജയിലിൽ പോകുന്നു. ഇൻഹെങ്ങിനെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ മാസ്റ്റർ ഇൻ സംസാരിക്കുമ്പോൾ ഇൻഹെങ് അയാളുടെ കയ്യിൽ കുത്തി പരിക്കേൽപ്പിച്ച് അയാൾക്കെതിരെയുള്ള തെളിവുകൾ നിരത്തുന്നു. ഇൻഹെങ് തിരിച്ചു പോകുമ്പോൾ അയാൾ അലറിക്കരയുന്നു. തിരികെ നോർത്ത് വില്ലയിലെത്തിയ ഇൻഹെങ് വാൻമാനെ ചുംബിച്ച് പഴയ കാര്യങ്ങൾ ഓർക്കുന്നു. യുവാനെയും കൂട്ടി ടാങ്സെ യാത്ര ചോദിക്കാൻ വരുന്നു. ഒരു സ്വപ്നം എന്ന പോലെ വാൻമാൻ്റെയും ഇൻഹെങ്ങിൻ്റെയും വിവാഹം സിയാക്യു, കിങ്സ്യു, സിയാവു, സെങ്കാവോ, മിസ്മെങ്, ടാങ്സെ എന്നിവർ ഉൾക്കൊള്ളുന്ന സംഘത്തിനൊപ്പം നടക്കുന്നു. അതൊരു സ്വപ്നം മാത്രം. ഒടുവിൽ വാൻവാൻ വിരലുകൾ അനക്കുന്നു. അവളിൽ നിന്നും കണ്ണീരൊലിക്കുന്നു. അവൾ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ എന്ന് കാണിക്കാതെ ഒരു സസ്പെൻസ് പോലെ ഈ ഡ്രാമ അവസാനിക്കുന്നു. ഒരു അടിപൊളി ഡ്രാമ തന്നെയായിരുന്നു. അവൾ ഉണരുമോ എന്നറിയാൻ കഴിഞ്ഞില്ലെന്ന് മാത്രം. ഈ ഒരു ഡ്രാമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമൻറ്റ് ബോക്സ് വഴി അറിയിക്കണേ. ഈ ഒരു ഡ്രാമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. മറ്റൊരു അടിപൊളി ഡ്രാമയായി വീണ്ടും വരുന്നത് വരെ ടാറ്റ, ബൈ ബൈ, സീ യു.